ഹലോ, വെൽക്കം ടു റെജീസ് ഓൺ ടേസ്റ്റ്. ഇന്ന് ഞാൻ ഒരു പൊട്ടറ്റോ ടൊർണാഡോയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീടുകളിൽ എളുപ്പത്തിൽ എങ്ങനെ പൊട്ടറ്റോ ടൊർണാഡോ ഉണ്ടാക്കാമെന്ന് നോക്കാം. പൊട്ടറ്റോ ടൊർണാഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നല്ല ഷേപ്പുള്ളൊരു പൊട്ടറ്റോ എടുത്ത് തൊലി കളഞ്ഞ് ഇങ്ങനത്തെ ഒരു ബാംബൂ സ്റ്റിക്ക് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി കയറ്റി കൊടുക്കണം. ഇങ്ങനെ തിരിച്ച് കയറ്റിയാലാണ് അത് കയറുള്ളൂ. പിന്നെ നല്ല മൂർച്ചയുള്ളൊരു കത്തി എടുത്ത് ഈ ബാംബൂ സ്റ്റിക്കുമ്മേൽ ഒന്ന് അമർത്തി ഈ പൊട്ടറ്റോ ഇങ്ങനെ തിരിച്ച് കൊടുക്കണം. നമ്മൾ തുടങ്ങിയ ഭാഗത്ത് എത്തുമ്പോൾ ഒന്ന് മാറ്റി കത്തി ഒന്ന് ചെരിച്ച് പിടിച്ചാൽ ഒന്ന് മാറി അടുത്ത ലെയറിലേക്ക് കയറണം. ഇങ്ങനെ സ്പ്രിങ് പോലെ ഇങ്ങനെ വിട്ടു പോകാതെ തിരിച്ച് എടുക്കണം. ഒരു സ്പ്രിങ് പോലെ കിട്ടണം. പതുക്കെ ചെയ്താൽ മതി. അതിങ്ങനെ പൊട്ടറ്റോ തിരിച്ച് കൊടുക്കുക. കത്തി അനക്കാതെ ബാംബൂ സ്റ്റിക്കുമ്മേൽ അമർത്തി വെച്ചാൽ മതി. ഈ തൊലി കളഞ്ഞ പൊട്ടറ്റോ കൊണ്ടല്ലാതെ തൊലിയുള്ള പൊട്ടറ്റോ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പതുക്കെ തിരിച്ചു കൊടുത്ത് അത്യാവശ്യം കനത്തിൽ ചെയ്യുന്നതായിരിക്കും നന്നാവും, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കനം കുറച്ച് ചെയ്യുമ്പോൾ. ഇത് നമ്മൾ കത്തിയും ബാംബൂ സ്റ്റിക്കും ഉപയോഗിച്ചാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഷോപ്പിംഗ് മാളിൽ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ അതിൻ്റെ മെഷീനും മറ്റു ടൂൾസുകളൊക്കെ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ ടൊർണാഡോ ആണ്. സാവധാനത്തിൽ ചെയ്താൽ മതി, സ്പീഡ് കൂട്ടണ്ട. ആദ്യത്തതൊന്നും ആർക്കും ശരിയാവില്ല. 2-3 എണ്ണം ചെയ്ത് നോക്കുമ്പോഴാണ് എനിക്ക് ശരിയായത്. ആദ്യത്തെ പ്രാവശ്യമൊന്നും ആർക്കും ഇത് റെഡിയായി കിട്ടില്ല. അങ്ങനെ എൻ്റെ വരെ ഇങ്ങനെ പൊട്ടറ്റോ തിരിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി അതൊന്ന് മെല്ലനെ നീർത്തി വെക്കണം. വിട്ട് അകലം വെച്ച് അകലായിട്ട് കിട്ടണം. സ്റ്റിക്ക് നിറയെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് മെല്ലെ ഒന്ന് ഇങ്ങനെ തിരിച്ച് വേണം നീക്കിയെടുക്കാൻ. പെട്ടെന്ന് നീക്കിയാൽ പൊട്ടിപ്പോവും. സാവധാനത്തിൽ ഇങ്ങനെ തിരിച്ച് കൊടുത്ത് നീക്കി ഓരോന്നും ഇങ്ങനെ വേറെ ആക്കി എടുക്കണം. ഇങ്ങനെ സ്റ്റിക്ക് മുഴുവനായും ഇങ്ങനെ വിടർത്തി വെക്കണം. അതിനി ഒരു വെള്ളത്തിലിട്ട് നല്ലോണം കഴുകിയെടുക്കണം. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കഴുകിയെടുക്കുന്നത്. സ്റ്റാർച്ച് പോയാലാണ് നല്ലോണം വെളിച്ചെണ്ണയിട്ട് പൊരിക്കുമ്പോൾ നല്ലോണം മൊരിഞ്ഞ് കിട്ടുള്ളൂ. ഇങ്ങനെ വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. അത് ആ വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് എടുത്ത പൊട്ടറ്റോ, നല്ലോണം കഴുകിയെടുത്ത തൊലിയുള്ള പൊട്ടറ്റോ ഇതോണം തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ആ സ്റ്റിക്കുമ്മേൽ ഒന്ന് അമർത്തി വെച്ചിട്ട് പൊട്ടറ്റോ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. എങ്ങനെ ചെയ്താലും ടേസ്റ്റ് ഒന്ന് തന്നെയാണ്. പൊട്ടറ്റോ തൊലിയോടുകൂടി ചെയ്താലും തൊലി ഇല്ലാതെ ചെയ്താലും ഒന്ന് തന്നെയാണ് ടേസ്റ്റ്. ചിലർ ഇങ്ങനെ ചെയ്യും തൊലി ഇല്ലാതെ. അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ. ഇങ്ങനെ തിരിച്ച് കൊടുത്ത് പൊട്ടറ്റോ ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട്. അതും ഒന്ന് കഴുകി എടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു
കോട്ടിങ് കൊടുക്കുന്നുണ്ട് പൊരിക്കുന്നതിന് മുമ്പായിട്ട്. ഒരു 1.5 സ്പൂൺ 2 സ്പൂണ് കോൺഫ്ലവർ ആണ് ഞാനിവിടെ എടുത്തത്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ എടുത്താലും മതി, മൈദപ്പൊടി എടുത്താലും മതി. കോൺഫ്ലവറാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി കലക്കി നല്ലോണം മിക്സ് ചെയ്യുക. അത് ഇതിൻ്റെ മുകളിൽ ഫുള്ള് നനയുന്ന രൂപത്തിൽ ഒഴിച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും നല്ലോണം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടുത്ത പൊട്ടറ്റോ എടുത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് എടുക്കേണ്ടത്. ഇതിന് വെളിച്ചെണ്ണയല്ല, എന്തെങ്കിലും ഒരു ഓയിൽ എടുക്കുക, മറ്റെന്തെങ്കിലും ഒരു ഓയിൽ. അത് ഒരുപാട് വേണം വെളിച്ചെണ്ണ. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ വേണം, എങ്കിലേ അത് പൊരിഞ്ഞ് കിട്ടുള്ളൂ. ആ സ്റ്റിക്ക് അടങ്ങുന്ന ഒരു പാത്രവും വട്ടം ഉള്ള ഒരു പാത്രവും വേണം. ആ പാത്രത്തിലേക്ക് അടങ്ങാത്തത് കൊണ്ട് ഞാൻ സ്റ്റിക്കിൻ്റെ 2 ഭാഗവും കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ചെറിയ പാത്രമാണ് കയ്യിലുള്ളതെങ്കിൽ ചെറിയ പൊട്ടറ്റോയോ അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോയുടെ പകുതിയോ എടുത്ത് ഒരു ടൂത്ത് പിക്കുമ്മലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഈർക്കിൾമലോ കുത്തി കൊടുത്താൽ മതി. എന്നാൽ മിനി ടൊർണാഡോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെ അടുത്ത ടൊർണാഡോയും അതിലേക്കിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നല്ലോണം മുരിച്ചെടുക്കുക. പൊട്ടറ്റോൻ്റെ എല്ലാ ഭാഗവും മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞ് കിട്ടണം. അല്ലെ വെളിച്ചെണ്ണ ഇങ്ങനെ മേലെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചും കൊടുത്താൽ മതി. ഒരു ഭാഗം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, മറ്റേ ഭാഗം അതുപോലെ നല്ലോണം മുരിച്ചെടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ടൊർണാഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും ചാട്ട് മസാലയും വിതറി കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാലയ്ക്ക് പകരം ഇനി നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന നൂഡിൽസ് മസാല ഉണ്ടല്ലോ, അതായാലും മതി. കുട്ടികൾക്ക് അതും നല്ലോണം ഇഷ്ടപ്പെടും. ഇനി അതൊന്നുമില്ലെങ്കിൽ ഇറച്ചി മസാല ഉണ്ടെങ്കിൽ അതും ഇട്ടാലും മതി. ഉപ്പ് ആദ്യം നമ്മൾ കോൺഫ്ലവറിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയത് കൊണ്ട് ഇപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ടൊർണാഡോ റെഡി ആയിട്ടുണ്ട്.